ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഡിറ്റർമിനൻറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ്. ഡിറ്റർമിനൻറ്റ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് പരിചയപ്പെടാം. ഒരു മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ദെൻ വാട്ട് അബൌട്ട് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ്? Determinant A is equal to determinant 2 minus 3 5 6 0 4 1 5 minus 7. നമുക്കറിയാവുന്ന കാര്യം. ഇനി ഇതെങ്ങനെ വാല്യൂ ചെയ്യുക? ഈക്വൽ ടു 2 ഇൻറ്റു 2 മാറ്റിയിട്ട് 0 4 5 minus 7 0 4 5 minus 7. Okay. പിന്നെ മൈനസ് വേണം. മൈനസ് ദിസ് minus 3 determinant 6 4 1 minus 7 6 4 1 minus 7 then plus 5 into determinant 6 0 1 5. Okay. നമുക്ക് അങ്ങനെ ചെയ്യാം. This is equal to 2 into 0 into minus 7 0 പിന്നെ മൈനസ് 1 അല്ലേ. 4 into 5 20 then plus 3 into minus 42 minus 4 into 1 4 plus 5 into 30 minus 0. Okay. Is equal to 2 into minus 20 plus 3 into minus 46 plus 5 into 30 equal to 2 into minus 20 minus 40 plus minus minus 3 into 46 46 into 3 138 138 plus 5 into 30 150. That is equal to minus 40 minus 138 minus 178 അല്ലേ. രണ്ടും കൂടെ ആഡ് ആക്കിയാൽ 138 40 178 രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് സെയിം ഇട്ടു പ്ലസ് 150. സിമ്പിൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 178 മൈനസ് 150 എത്ര കിട്ടിയേ? ദാറ്റ് ഇസ് മൈനസ് 28 മൈനസ് 28 കിട്ടി. വലിയതിൻ്റെ സിമ്പിൾ കൊടുത്തു. സോ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് സ്ക്വയർ മാട്രിക്സ് ഈസ് വാട്ട്? മൈനസ് 28 അല്ലേ. ഇനി വാട്ട് അബൌട്ട് എ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ എല്ലാം കോളം ആക്കണം. 2 minus 3 5 6 0 4 1 5 minus 7. This is A transpose. ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് A transpose is equal to determinant 2 6 1 minus 3 0 5 5 4 minus 7. Okay. ഇപ്പോൾ എന്ത് വരും നോക്കാം. is equal to 2 into determinant 2 into പോയാൽ 0 5 4 minus 7. Okay. Minus
6 into determinant ഇത് പോയാൽ -3 5 minus 7 then plus 1 into -3 0 5 4. Okay, that is equal to 2 into the 0 I minus 20 minus 6 into 2 minus plus I 21 minus 25 plus 1 into minus 12 minus 0. Clear ആണല്ലേ? That is minus 40 ആവും അല്ലേ? minus 6 into 3 ആവും minus 4 plus 1 into ഇത് minus 12 തന്നെ. That is equal to minus 40 2 minus plus I 24 minus 12 അല്ലേ? ആദ്യം minus 40 plus 24 നോക്കാം. അപ്പോൾ സിമ്പിൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് മൈനസ് ചെയ്യാം. 40 minus 24 എത്രയാ? 60 minus 16 പിന്നെ ഇവിടെ minus 12 is equal to minus 28. Both are same. Okay, both are same. So what do you mean by this example? Here you have given a square matrix of order 3 and you calculated its determinant and value is obtained as minus 28. Okay, then you found out the transpose of the square matrix, then again finding its determinant, then you get minus 28 also. This means what? The value of determinant remains unchanged in the case of both A and A transpose. That is, in a determinant, if rows and columns are interchanged, value doesn't change. Value മാറുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ എങ്ങനെ പറയണം? നമ്മളിവിടെ എങ്ങനെ പറയണം? ഡിറ്റർമിനൻറ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ അല്ല ഇങ്ങനെ പറഞ്ഞാലും മതി. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്കിപ്പോൾ കിട്ടി. എന്താ കിട്ടിയത്? ഇന്ന ഡിറ്റർമിനൻറ്റ് if rows and columns are interchanged, റോയും കോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇറ്റ്സ് വാല്യൂ അഗൈൻ കാൽക്കുലേറ്റ് ചെയ്താൽ വാല്യൂ ഡസൻറ്റ് ചേഞ്ച്. വാല്യൂ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കി നോക്കൂ. നമുക്ക് അതിന് ശേഷം സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം. ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ഈസ് ഈക്വൽ ടു ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ 2 - 3 5 ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് അല്ലേ നമുക്കറിയാം. വി ഹാവ് ഡിറ്റർമിനൻറ്റ് എ is equal to minus 28 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ക്വസ്റ്റനിൽ ചെയ്ത കാര്യമാണ്. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ 2 കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. വാട്ട് എവർ വി ആർ സേയിങ് ഇൻ വിത്ത് റെസ്പെക്ട് ടു റോ ദേ ആർ സെയിം ഇൻ ദ കേസ് ഓഫ് കോളം ഓൾസോ. നമ്മൾ റോയിൽ എന്ത് പറഞ്ഞാലും അത് കോളത്തിൽ അതുപോലെ തന്നെയാണ്, ഈക്വൽ ആയിരിക്കും. അപ്പോൾ കോളത്തിനെ വേറെ നമുക്ക് മാറ്റി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൽ ഇപ്പോൾ ഞാൻ പുതിയൊരു പേര് കൊടുക്കാം. സപ്പോസ് A1 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2 - 3 5 6 0 4. അത് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആക്കുന്നത്, സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആക്കുന്നത്. അപ്പം എന്ത് വരാം? 6 0 4 2 - 3 5 1 5 - 7. ഇപ്പം എന്താ ചെയ്തത്? എനി 2 rows ഓഫ് ദിസ് മെട്രിക്സ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അപ്പോൾ ഈ മെട്രിക്സിലെ ഏതെങ്കിലും 2 റോസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഏതെങ്കിലും 2 ആ ഫസ്റ്റും സെക്കൻഡും ആവാം, സെക്കൻഡും തേർഡും ആവാം, ഫസ്റ്റും തേർഡും ആവാം, നമ്മൾ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ആക്കിയാൽ ഇനി എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ 6 into -3 5 5 - 7 minus 0 into 2 5 1 - 7 plus 4 into 2 - 3 1 5
Okay, that is equal to what? 6 into 21 minus 25 minus 0 into എന്തായാലും 0 ചെയ്യേണ്ട ആവശ്യമില്ല. 4 into 10 minus 3 into 1 minus 3. That is 6 into ഇത് minus 4 ആവും അല്ലേ, 0 വേണ്ട, പ്ലസ് 4 into ഇത് 13 ആവും, 2 മൈനസ് പ്ലസ് ആവും. That is equal to what? minus 24 പ്ലസ് ഇത് എത്ര വരും? 52 അല്ലേ, minus 24 പ്ലസ് 52. ഒന്ന് നെഗറ്റീവ് മറ്റത് പോസിറ്റീവ് ആകുമ്പോൾ വലിയാലും ചേർത്ത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്താ വരുക? 52 minus 24, 28. വലിയാലും സിമ്പിൾ പ്ലസ്. സോ ആൻസർ ഇസ് വാട്ട്? 28. പ്രീവിയസ് ആൻസർ എന്താ കിട്ടിയത്? -28. അപ്പോൾ അങ്ങനെ പറയാം, ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് A1 അല്ലേ, വേർ A1 ഈസ് ദ മെട്രിക്സ് obtained by interchanging any two rows. ഇതൊക്കെ മനസ്സിലായോ? ഒരു മെട്രിക്സ് നമുക്ക് കിട്ടി. വിച്ച് ടൈപ്പ് ഓഫ് മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് ഓഫ് എനി ഓർഡർ. നൗ വി ആർ ടേക്കിംഗ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. അതിൻ്റെ ഡിറ്റർമിനന്റ് നമുക്ക് മനസ്സിലായി, ദാറ്റ് ഇസ് -28. പ്രീവിയസ് കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ആ സ്ക്വയർ മെട്രിക്സിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 റോസ് ഇൻ്റർചേഞ്ച് ആക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും കോളം ഇൻ്റർചേഞ്ച് ആക്കിയാലും മതി. അപ്പോൾ ഈ ഫസ്റ്റ് കോളം ഇവിടെ ഇടുക, ഇത് ഇപ്പുറത്ത് ഇടുക, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം ഇവിടെ കൊടുക്കുക, ഇത് അപ്പുറത്ത് കൊടുക്കുക. അത് നമ്മൾ സൗകര്യം പോലെ റോസ് ഓർ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന പുതിയ വാല്യൂ എന്തായിരിക്കും? പഴയ ആദ്യത്തെ വാല്യൂവിൻ്റെ സിമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. If first determinant value of first determinant is equal to is x, then second value will be minus x. If first value is minus x, then second value will be x. അപ്പോൾ ഓൺലി സിമ്പിൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയാൻ കാരണം. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് A1, which means what? Only symbol is changing അല്ലേ. അപ്പോൾ in a determinant if we interchange any 2 rows or columns, then only sign is changing. Sign മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 2 പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, യെസ്. another question is here. A square matrix A is equal to matrix 1 2 3 4 5 3 and 1 2 3. അപ്പോൾ what about its value? What is the speciality in this matrix? Look here. Look at first row 1 2 3, second row 4 5 3, and third row is same with that of first row. Okay, 1 2 3 1 2 3. So in this matrix 2 rows are identical അല്ലേ. ഏതോ 2 റോസ് ഈ മെട്രിക്സിൽ ഒരേപോലത്തെയാണ്. അത് ഫസ്റ്റും സെക്കൻഡ് ആയാലും ഫസ്റ്റും തേർഡും ആയാലും സെക്കൻഡും തേർഡും ആയാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. any 2 rows in this matrix are identical, ഒരേപോലത്തെയാണ്. വേണമെങ്കിലും പറയാം any 2 columns of a matrix are identical. ഇപ്പോൾ റോയിൽ എന്ത് കേസ് പറഞ്ഞാലും അത് കോളത്തിലും വാലിഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് റോയിൻ്റെ കേസ് മാത്രമാണ് അല്ലേ. 1 2 3 ഇവിടെ ഉണ്ട്, 1 2 3 ഇവിടെ ഉണ്ട്. അല്ലെ ഇപ്പോൾ 1 4 1 ഇവിടെ ഉണ്ട്, ഇവിടെ 1 4 1 ഉണ്ടായാലും മതി. റോസിൽ പറഞ്ഞ എന്ത് കാര്യം കോളത്തിലും ബാധകമാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. വാട്ട് ഇസ് ഡിറ്റർമിനന്റ് എ? ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 2 3 4 5 3 1 2 3. സോ ഇസ് ഈക്വൽ ടു 1 into 5 3 2 3 മൈനസ് 2 into എന്താ വരിക 2 into 4 3 1 3 പിന്നെ പ്ലസ് 3 into 4 5 1 2. ഓക്കെ, 1 into 15 minus 6 minus 2 into
12 minus 3 plus 3 into 8 minus 5. That is 1 into 9 minus 2 into 9 plus 3 into 3. 1 into 9, 9 minus 2 into 9, 18. 3 into 3, 9. 9 minus 18 minus 9. This is plus 9. So minus 9 plus 9 is equal to 0. യെസ്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഏത് ഒരു മെട്രിക്സ് എഴുതിയിട്ട് അതിനകത്ത് 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് ഐഡൻറ്റിക്കൽ ഒരേപോലത്തെ ആവുന്നത് പോലത്തെ ഒരു മെട്രിക്സ് നിങ്ങൾ എഴുതിയാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസർ വിൽ ബി 0. ഫോർ എക്സാമ്പിൾ വേറെ നോക്കിക്കോ. ലെറ്റ് ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ഇപ്പോൾ 100 100 നോട്ട് 1 100 നോട്ട് 2 2 3 4 100 100 നോട്ട് 1 100 നോട്ട് 2. ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. വാട്ട് വിൽ ബി ഡിറ്റർമിനൻ്റ് ബി? ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 100 100 നോട്ട് 1 100 നോട്ട് 2 ഒരേപോലത്തെ അല്ലേ. 2 റോസ് ആർ ഐഡൻറ്റിക്കൽസ്. ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്താൽ കിട്ടുന്ന വാല്യൂ വിൽ ബി വാട്ട് 0 ആയിരിക്കും. അതേപോലെ വേറൊരു മെട്രിക്സ് നോക്കാം. സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 5 2 7 1 3 6 അല്ലെങ്കിൽ 5 2 7 5 2 7 1 6 7. See, what about first column? 5 2 7. Second column 5 2 7. So they are identical. So its value will be same. Value will be 0. ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഡിറ്റർമിനൻ്റ് സി ഈസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി 3 എങ്ങനെ പറയാം? പ്രോപ്പർട്ടി 3 എന്താണ് ഇത് പറയാം? ഇൻ എ ഡിറ്റർമിനൻ്റ് if any 2 or more. ഇനിയിപ്പം ഒരു മെട്രിക്സിൽ 3 റോസും ഐഡൻറ്റിക്കൽ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് പറയാം? അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 റോസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് 2 റോസ് എങ്കിലും. ഇഫ് അറ്റ്ലീസ്റ്റ് 2 റോസ് ഓർ കോളംസ് ആർ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ the value will be 0. വാല്യൂ 0 ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 1 2 3 1 2 3. വാട്ട് വിൽ ബി ഡിറ്റർമിനൻ്റ് എ? ചെയ്യേണ്ട ആവശ്യമില്ല 0. ബിക്കോസ് വാട്ട്, ഏതെങ്കിലും 2 റോയെങ്കിലും ഐഡൻറ്റിക്കൽ ആയാൽ വാല്യൂ 0 ആണ്. ഇവിടെ 3 റോയും ഐഡൻറ്റിക്കലാണ്. അവിടെ ഉറപ്പായിട്ട് 0 ആണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് 0 ആണ്. അറ്റ്ലീസ്റ്റ് 2 റോസ് ഓർ കോളംസ് ആർ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ വാല്യൂ എന്തായാലും 0. നമ്മൾ 3 പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ. 4ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഫോർത്ത് പ്രോപ്പർട്ടി അല്ലേ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 4 6 8 3 5 1 2 7 3. ആദ്യം ഈ ലെഫ്റ്റ് പാർട്ട് മാത്രം നോക്കാം, അതിനുശേഷം ഇപ്പുറത്ത് പോകാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 into 5 1 7 3 മൈനസ് 6 into അല്ലേ 3 1 2 3 പ്ലസ് 8 into 3 5 2 7. അത് ചെയ്യാൻ അറിയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നാൽ നമുക്ക് കിട്ടിയ ആൻസർ 78 അല്ലേ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് എഴുതിയാൽ മതി, ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ ആൻസർ 78 കിട്ടി. ഇനി ലുക്ക് അറ്റ് ദ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഒരു ആർബിട്രറി നമുക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ അങ്ങനെ എടുത്തത് മാത്രം. ഈ ഫസ്റ്റ് റോയിലുള്ള ഈച്ച് എലമെൻറ്റും 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് അല്ലേ. 2 into 2 4, 2 into 3 6, 2 into 4 8. അങ്ങനെയൊക്കെ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടത്തേക്ക് വാ.
A1 is equal to വേറൊരു ഡിറ്റർമിനൻ്റ് 2 ഇൻറ്റു 2 3 4 3 5 1 2 7 3. അപ്പോൾ ഇതിൽ 2 7 3 ഒക്കെ സെയിം ആണ്, 3 5 1 7 ഇത് മാത്രമാണ്. ഞാൻ ഇവിടെ നിന്ന് 2നെ ഔട്ട്സൈഡ് എടുത്തതുപോലെയുള്ളത് ഡിറ്റർമിനൻ്റിൽ അല്ലേ. ഡിറ്റർമിനൻ്റിൽ 2നെ ഔട്ട്സൈഡ് എടുത്തു. ഇനി 2 ഇൻറ്റു ഞാൻ 2 കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഈ 2 കൂടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഈ ഡിറ്റർമിനൻ്റ് മുമ്പ് ചെയ്ത പോലെ ചെയ്തു. 2 ഇൻറ്റു 2 പത്തി വെച്ചു 5 1 7 3 മൈനസ് അങ്ങനെ ചെയ്ത് വന്നു. 2 പുറത്ത് തന്നെ ഉണ്ട്. ലാസ്റ്റ് ഇതും 2 മൾട്ടിപ്പിൾ ആക്കുമ്പോൾ 78 അതുപോലെ ചെയ്തു. സെയിം ആൻസർ കിട്ടി. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഇൻ എ ഡിറ്റർമിനൻ്റ് ഇഫ് എനി റോ ഈസ് മൾട്ടിപ്ലൈഡ് by a constant, then this result will be equal to another determinant which is entirely multiplied by that constant. ഇത് മനസ്സിലായ ഇല്ല? ഇങ്ങനെ നമ്മൾ മെട്രിക്സ് നിന്ന് 4 6 8 ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഈ എഴുതി മനസ്സിലായല്ലോ, ചെയ്തതൊക്കെ മായ്ക്കാം. സി A is equal to matrix 5 10 15 20 25 30 35 40 45. ഒരു എക്സാമ്പിൾ. എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 5നെ ഔട്ട്സൈഡ് എടുത്തു. മെട്രിക്സ് ആണ്, ഡിറ്റർമിനൻ്റ് അല്ല. അപ്പോൾ 5ന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ എത്രയായി? 1 2 3 അല്ലേ. 5 ഇൻറ്റു 1 5 5 ഇൻറ്റു 2 10 5 ഇൻറ്റു 3 15 അങ്ങനെ. ഇവിടെയോ 4 5 6 അല്ലേ. 5 ഇൻറ്റു 4 20 അങ്ങനെ പോകുമല്ലോ. ഇത് 7 8 9 ക്ലിയർ അല്ലേ. 5 ഇൻറ്റു 9 45. ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സിൽ പഠിച്ചത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ സ്റ്റാർട്ടിങ്ങിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. അപ്പം 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇതാണ് ആൻസർ. നമ്മളെന്നങ്ങനെയാണ് പറഞ്ഞത്. 5 കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ഇങ്ങനെ കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഡിറ്റർമിനൻ്റിൽ പറയുന്നത് അങ്ങനെയല്ല. എന്താണ് പറയുന്നത്? നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുമ്പം അത് ഒരു ഓർഡറിൽ എഴുതണം. ഞാൻ എഴുതിയ പോലെ അപ്പുറം ഇപ്പുറം ഇതിൻ്റെ മൂലക്കം ഒന്നും എഴുതാൻ പാടില്ല. കൃത്യമായിട്ട് ലൈൻ സ്റ്റെപ്പായിട്ട് എഴുതണം. അപ്പോൾ ഇനി ഇത് A is equal to മെട്രിക്സിന് പകരം ഡിറ്റർമിനൻ്റ് ആണെന്ന് ചോദിച്ചോ. 5 10 15 20 25 30 35 40 45. ഇൻസ്റ്റെഡ് ഓഫ് മെട്രിക്സ് ദിസ് ഈസ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമുക്ക് 5നെ ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ 5 എടുത്താൽ എന്താവും? ഇവിടെ 1 2 3 1 2 3 ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. 20 25 30 35 40 45. അതായത് ഡിറ്റർമിനൻ്റ് എന്ന് ഒരു റോന്ന് മാത്രമേ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ദെൻ ദ എൻറ്റർ ഡിറ്റർമിനൻ്റ് വിൽ ബി ദ മൾട്ടിപ്പിൾ ഓഫ് ദിസ് 5. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 2 6 4 6 8ൽ ഇവിടുന്ന് 2 പുറത്തേക്ക് എടുക്കുക, 2 എടുത്താൽ 2 എടുക്കുക. അപ്പോൾ 2 ഔട്ട്സൈഡൊക്കെ എടുത്താൽ ഇതുപോലെ ഉണ്ടാവും. 2 3 4 ബാക്കിയെല്ലാം അതുപോലെ തന്നെയായിരുന്നു, അതിൽ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അവസാനം കിട്ടിയ വാല്യൂ രണ്ടും സെയിം ആയിരുന്നു അല്ലേ. അതാണ് മാറ്റം ഇവിടെ. മെട്രിക്സിൽ ഇങ്ങനെ കോമൺ എടുക്കണമെങ്കിൽ എല്ലാ റോയിലും കോമൺ ആയിട്ട് 5 ഉണ്ടാവണം. ഡിറ്റർമിനൻ്റിൽ അങ്ങനെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു റോയിൽ ഉണ്ടായാൽ മതി. ഇനി നോക്ക്, ഇവിടെ നിന്നും 5 ഉണ്ട്. അപ്പോൾ ആ 5നെ കൂടെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് എടുത്താൽ എന്താവും? 5 പുറത്തേക്ക് എടുത്തു, സൈഡിൽ എഴുതുന്നത് മാത്രം. അപ്പോൾ ഇവിടെ എന്തായി? 4 അല്ലേ. 4 ഇത് 5 ആവും, ഇവിടെ 6 ആവും. 5 ഇൻറ്റു 4 20, 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു 6 30 അങ്ങനെ വരും. ഇനി എവിടെയും 5 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്താവും? ഇത് 7 ആവും, 8 ആവും, 9. 5 ഇൻറ്റു 7 35, 5 ഇൻറ്റു 8 40, 5 ഇൻറ്റു 9 45. അപ്പോൾ ടോട്ടൽ എന്തായി? 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്താവും?
എന്താവും 5 ക്യൂബ് ആവും. 5 ക്യൂബ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് നിന്ന് ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 5, 10, 15 അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 5, 10, 15, 20, 25, 30, 35, 40, 45. ഡിറ്റർമിനൻ്റ് കേസാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുവരും? 5 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാ നോക്കി, ഇതിനകത്ത് 5 ഒരു പ്രാവശ്യം എടുത്താൽ ബാക്കി ഫുൾ ഇതുപോലെ എഴുതാം. മെട്രിക്സിൽ ഓരോ എലമെൻറ്റൊന്നും 5 ഔട്ട് സൈഡ് ഒന്നും. ഡിറ്റർമിനൻ്റിൽ ഓരോ റോന്ന് അല്ലെങ്കിൽ ഓരോ കോളത്തിനേ വരുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു 5 വന്നു, ഇതിനകത്തൊരു 5 വന്നു, ഇതിനകത്തൊരു 5 വന്നു. ടോട്ടൽ 5 ക്യൂബ് വരും അല്ലേ? അന്നേരമാണ് വാല്യൂ രണ്ടിനും ഇതേപോലെ ആവുന്നത്. ദിസ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ എങ്ങനെ പറയാം? ഇൻ എ ഡിറ്റർമിനൻ്റ് ഇഫ് എനി റോ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ദെൻ the entire determinant will be the multiple of that particular constant. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ? ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം. ഇവിടെ ബോർഡിൽ കാണാം. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3, 4, 5, 1, 2, 3, 2, 1, 5 ഇസ് എ മെട്രിക്സ്. അത് അങ്ങനെ ചെയ്തു അല്ലേ? ഡിറ്റർമിനൻ്റ് ചെയ്തപ്പോൾ ആൻസർ 10. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത് ഓക്കെ, ക്ലിയർ. ഓക്കെ, അത് ക്ലിയറായി. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് നോക്ക്. എ ഇസ് ഈക്വൽ ടു ഓർ ഡിറ്റർമിനൻ്റ് എ ഇസ് ഈക്വൽ ടു ഇവിടെ ഇത് ഡിറ്റർമിനൻ്റ് എ ദിസ് ഈസ് ഈക്വൽ ടു ഞാനിതിനെ ഈ 3നെ എൻ്റെ സൗകര്യത്തിന് 1 + 2 ദാറ്റ് ഇസ് 3. 4നെ എങ്ങനെയെങ്കിലും 2 + 2. 5നെ 1 + 4. അത് എൻ്റെ ചോയ്സ്. 5ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 + 2 എന്ന് എഴുതാം. 3 + 2 എന്ന് എഴുതാമാണെങ്കിൽ 3 + 2 എങ്ങനെ എഴുതാം? 6 - 5 അങ്ങനെ എഴുതാം. എങ്ങനെ വളരെ എഴുതാം. ഞാനിപ്പോൾ ഇതുപോലെ എഴുതിയത് മാത്രം. ബാക്കിയെല്ലാം അങ്ങനെ നോക്കുന്നത് 1, 2, 3, 2, 1, 5 ഇങ്ങനെ വെച്ചു. ഇനി ഇപ്പോൾ ഇത് ആൻസർ എന്താണ്? 10. നമുക്ക് കിട്ടിയ ആൻസർ 10 ആണ്. ഓർമ്മ വേണം 10. ഇതങ്ങ് ഞാൻ വായിക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ദിസ് ഡിറ്റർമിനൻ്റ് ഈസ് ടു ബി സ്പ്ലിറ്റഡ് ഇൻറ്റു 2 ഡിഫറെൻ്റ് ഡിറ്റർമിനൻറ്റ്സ്. അങ്ങനെ ചെയ്യാൻ പോകുന്നു. ഇതിനെ ഞാൻ 2 കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുന്നു. എങ്ങനെ എഴുതാൻ പോകുന്നു? ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 1, 1, 2, 2, 2, 1, 3, 3, 5 പ്ലസ് ഇനി ഇവിടെ 2, 1, 2, 2, 2, 1, 2, 3, 5. ഓക്കെ, 1, 1, 2, 2, 2, 1, 3, 3, 5 പ്ലസ് 2, 1, 2, 2, 2, 1, 2, 3, 5 അങ്ങനെ ഡിഫറൻ്റ് ഡിറ്റർമിനൻറ്റ്സായി അതിനെ സ്പ്ലിറ്റാക്കി. ഇനി നമുക്കിത് ഓരോന്നും ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഞാൻ ചെയ്യാം 1 ഇൻറ്റു 2, 3, 1, 5 കാണുന്നുണ്ടല്ലോ. മൈനസ് 2 ഇൻറ്റു 1, 3, 2, 5 പ്ലസ് 3 ഇൻറ്റു 1, 2, 2, 1 അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞു. പ്ലസ് അവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, കൊടുത്തു. ഇതിൻ്റെ കഴിഞ്ഞു. അടുത്തത് 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 2, 3, 1, 5 മൈനസ് 2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1, 3, 2, 5 പ്ലസ്
2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 to 1. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ആക്കാം. അപ്പോൾ അത് വേറെ ഡിറ്റർമിനൻറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 10 മൈനസ് 3 അല്ലേ, മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 6 പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 10 മൈനസ് 3 മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 6 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 4. ഓക്കെ, അത് വേറെ ബ്രാക്കറ്റിൽ. ദാറ്റ് ഈസ് 1 ഇൻറ്റു 10 മൈനസ് 3 7 മൈനസ് 5 മൈനസ് 6 മൈനസ് 1. ഇപ്പോൾ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 ആവും, പ്ലസ് 1 മൈനസ് 4 മൈനസ് 3. അപ്പോൾ 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 9 പ്ലസ് ഇത് 7 ആവും. 7 ഇൻറ്റു 2 14. ഇത് മൈനസ് 1. അപ്പോൾ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2. പിന്നെയോ 1 മൈനസ് 4 മൈനസ് 3. 2 ഇൻറ്റു മൈനസ് 3 മൈനസ് 6 ഇങ്ങനെ കിട്ടും. ചെയ്താൽ 7 പ്ലസ് 2 9 മൈനസ് 9 0 പ്ലസ് 14 പ്ലസ് 2 16. 16 മൈനസ് 6 10. 0 പ്ലസ് 10 10 is 10. ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കാൻ ഡിറ്റർമിനൻറ്റിന് കഴിയും എന്നതാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ എന്താ പഠിച്ചത് നമ്മളിപ്പോൾ? ഇൻ എ ഡിറ്റർമിനൻറ്റ് ഇഫ് എലമെൻറ്റ്സ് in a determinant, if elements of any row is expressed as a sum of two numbers, then the whole determinant can be splitted into two different determinants with respect to the numbers or elements in the corresponding rows or columns. മനസ്സിലായോ? ഇല്ലെങ്കിൽ നോക്ക്, ഇവിടെ നോക്കിയാൽ മതി. ഒരു ഡിറ്റർമിനൻറ്റിലുള്ള ഏതെങ്കിലും ഒരു റോയിലുള്ള എലമെൻസിന് രണ്ട് നമ്പറിൻ്റെ സമ്മായിട്ട് ഇതുപോലെ സ്പ്ലിറ്റാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എങ്ങനെ പൊട്ടിക്കേണ്ടത് മാത്രം നോക്കിയാൽ മതി. 1 1 2 2 2 1 3 3 4 3 3 5. പിന്നെ ഇത് അടുത്തത് പറയുമ്പോൾ 2 1 2 2 2 1 2 3 5 അങ്ങനെ. ഇപ്പം രണ്ടും കൂടെ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ അല്ലേ. 1 + 2 3 അത് നേരത്തെ ചെയ്ത് നോക്കിയത് മാത്രം. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റാക്കി എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ പറയേണ്ടത്, നമ്മൾ ഇത് പ്രോപ്പർട്ടി മനസ്സിലാക്കി വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കി വെക്കുക. ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ അതനുസരിച്ച് ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് പഠിച്ചു വെക്കാം. പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു എക്സാമ്പിളൂടെ നോക്കാവണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുണ്ടെന്ന് വെച്ചോ. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ഡിറ്റർമിനൻറ്റ് x + y അല്ലെ a + b എടുക്കാം. a + b c + d e + f l + m x + y z + w 3 4 5 എങ്ങനെയുണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം നോക്കിക്കോ. നമുക്ക് ഫസ്റ്റ് റോ മാത്രം എടുക്കാം. ഈച്ച് എലമെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ടു എലമെൻറ്റ്സ് അല്ല. ഈ റോയിലുള്ള ഓരോ എലമെൻറ്റും രണ്ട് നമ്പറിൻ്റെ സമ്മായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം, ആദ്യം എ പിന്നെ ഇതതുപോലെ എഴുതാം l + m 3. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നിച്ച് കൂട്ടിയാൽ മതി. നേരത്തെ എങ്ങനെയല്ലേ പറഞ്ഞു, നേരത്തെ ഇവിടെ ഉണ്ടായിട്ടല്ലോ. ഇതിൽ മാത്രമല്ല 2 നമ്പേഴ്സായി സ്പ്ലിറ്റാക്കി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതങ്ങനെ തന്നെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ a l + m 3 പിന്നെ c x + y 4 പിന്നെ e z + w
5 പ്ലസ് അടുത്തത് ബി എൽ പ്ലസ് എം 3 ടി എക്സ് പ്ലസ് വൈ 4 പിന്നെ എഫ് സെഡ് പ്ലസ് ഡബ്ല്യു 5 ഇങ്ങനെ 2 ഡിറ്റർമിനൻസിൻ്റെ സമ്മായിട്ട് ആ തന്ന ഡിറ്റർമിനൻറ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നോക്ക്, ഇനി ഇത് മാത്രം നോക്ക്, ആ പ്രോപ്പർട്ടി ഇതിലും ബാധകമല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് 2 ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് എഴുതാൻ പറ്റും. ബിക്കോസ് വാട്ട് എനി റോ, ഏതെങ്കിലും റോയിൽ നിന്ന് പറഞ്ഞ അങ്ങനെ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും റോയിലുള്ള എലമെൻറ്റ്സിന് 2 നമ്പേഴ്സിനെ സമ്മാക്കി എഴുതിയാൽ ആ ഡിറ്റർമിനൻറ്റിനെ ക്യാൻ ബി സ്പ്ലിറ്റഡ് into 2 different determinants എന്ന് പറഞ്ഞു. അപ്പോൾ this determinant can be splitted into 2 different determinants, and again this determinant also can be splitted into 2 different determinants. അപ്പോൾ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ആക്കാം? എ എൽ 3 സി എക്സ് 4 ഇ സെഡ് 5 പ്ലസ് പിന്നെ എ എം 3 സി വൈ 4 E W 5 ഇതിൻ്റെ പണി കഴിഞ്ഞു. ബിക്കോസ് ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ 2 ഡിഫറെൻ്റ് ഡിറ്റർമിനൻറ്റ്സ്. പ്ലസ് ഇതോ ബി എൽ 3 ഡി എക്സ് 4 എഫ് സെഡ് 5 പ്ലസ് ഇവിടെ ബി എം 3 ഡി വൈ 4 F W 5. അപ്പോൾ in a determinant, if elements of any one row is expressed as a sum of 2 elements, then the entire determinant can be splitted into two different determinants. ആദ്യം പറഞ്ഞു, അതായത് ഒരു ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും ഒരു റോയിലുള്ള എലമെൻറ്റ്സ് 2 നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ അങ്ങനെ തന്നെ ആ ഡിറ്റർമിനൻറ്റിനെ അങ്ങനെ തന്നെ പൊട്ടിച്ചിട്ട് 2 ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് എഴുതാൻ പറ്റും. സെക്കൻഡ്ലി ഇവിടെ പറഞ്ഞത് ഇൻ എ ഡിറ്റർമിനൻറ്റ് if each element of any 2 rows are expressed as the sum of 2 determinants, then the entire determinant can be splitted up into 4 different determinants. ഏതെങ്കിലും ഒരു റോയിലുള്ള എലമെൻറ്റിനെ മാത്രം 2 നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ 2 ഡിറ്റർമിനൻറ്റിനെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഒരു ഡിറ്റർമിനൻറ്റിലുള്ള ഏതെങ്കിലും 2 റോയിലുള്ള എലമെൻറ്റ്സിനെ 2 നമ്പറിന് സമ്മായിട്ട് എഴുതിയിട്ട് കാണുന്നതെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് 4 ഡിറ്റർമിനൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മളൊരു പ്രോപ്പർട്ടി. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇത് ഏത് സ്ക്വയർ മെട്രിക്സിനും വാലിഡാണ്. പിന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ എടുത്ത് ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാനും പറ്റും. ഓക്കെ. ഓൺ ദ സെയിം വേ, in a determinant, if 3 rows or columns the corresponding elements are expressed as a sum of 2 elements, then how do you split the entire determinant? Let us take an example. Determinant A is equal to determinant A plus B, B plus C, C plus D, D plus E, E plus F, F plus G, G plus H, H plus I, I plus J. Suppose this is the determinant, then how do you split it? എത്ര പീസ് ആയിട്ട് ഇതിനെ പൊട്ടിക്കാൻ പറ്റും? ഫസ്റ്റത്തെ ഡിറ്റർമിനൻ്റ് 2 ആയിട്ട് പൊട്ടിക്കാം അല്ലേ? അതിനകത്ത് നിന്ന് ഇപ്പം നമുക്ക് വീണ്ടും 2 ആയിട്ടാകുമ്പോൾ 4 എണ്ണമായി. അപ്പോൾ അങ്ങനെ എത്ര ഡിറ്റർമിനൻ്റ് ആയിട്ട് സ്പ്ലിറ്റാക്കാൻ പറ്റും നോക്കാം നമുക്ക്. ഇസ് ഈക്വൽ ടു ഇങ്ങനെ ആദ്യം എ ഡി ജി ഒരു ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് പറയാം. ഡിറ്റർമിനൻ്റ് എ ഡി ജി ഇങ്ങനെ വരും. പിന്നെ ബി ഇ എച്ച് വരും.
പിന്നെ CFI വരും. ഇതൊരു ഡിറ്റർമിനൻ്റ് പ്ലസ് പിന്നെ വീണ്ടും ADG വരും, പിന്നെ BEH വരും, പിന്നെ DGJ വരും. രണ്ടെണ്ണമായി. അഗെയിൻ ഡിറ്റർമിനൻ്റ് ADG വരും, പിന്നെ CFI വരും, പിന്നെ CFI വരും പ്ലസ് അഗെയിൻ ADG CFI DGJ. ഇപ്പോൾ 4 മാറി. ഇപ്പോൾ ഏതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ADG മുതൽ ADG എല്ലാത്തിലും ADG പ്ലസ് ഇതേപോലെ എന്ത് ചെയ്താൽ മതി. ഇനി ADG മാറി ഇത് നമ്മൾ എടുത്തിട്ടേ ഇല്ല, ഇനി ഇതെടുക്കുക BEH അല്ലേ. ഡിറ്റർമിനൻ്റ് BEH, പിന്നെ BEH CFI അല്ലേ. ഇത് മാത്രമേ മാറുന്നുള്ളൂ. ADG മാറ്റി ഈ BEH കൊടുക്കും പ്ലസ് അതുപോലെ BEH അല്ലേ, BEH ഇപ്പുറത്തെ DGJ. എന്താ ഇത് രണ്ടും സെയിം ആയിരിക്കും, ഇത് മാത്രം മാറുന്നു. അപ്പോൾ ഇനി അങ്ങനെ നോക്കി എഴുതാം. BEH CFI പ്ലസ് BEH CFI DGJ. അപ്പോൾ എത്ര പീസായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? 8 പീസസായി ആ ഡിറ്റർമിനൻ്റിനെ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടീൻ്റെ ഒരു എക്സ്റ്റൻഷൻ. ഇത് നമുക്ക് ലാസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. എന്താണ് പ്രോപ്പർട്ടി എന്ന് അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കാം. ഡിറ്റർമിനൻ്റ് A = 1 2 3 3 2 4 4 2 3 ആണ് ആർബിട്രറി എക്സാമ്പിൾ. നമുക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ എടുത്തു. ഇറ്റ്സ് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് അപ് ടു 6 എന്ന് കിട്ടി. ഇതിൻ്റെ വാല്യൂ 6 ആണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നേരത്തെ ചെയ്യുന്ന പോലെ ചെയ്തു. ഇനി ഇതിലേക്ക് ഡിറ്റർമിനൻ്റ് ഞാൻ A1 എന്ന് കൊടുക്കാം, പേര് മാറ്റാം. ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റോ എടുക്കാം. അത് ഫസ്റ്റ് റോ തന്നെ ആയിക്കോട്ടെ. 1 2 3 എഴുതി. അപ്പോൾ ഇതാണ് നമ്മളെ ഇഷ്ടമുള്ള റോ. അത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊക്കെ ഞാൻ അങ്ങനെ എഴുതാം. 3 2 4 4 2 3. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള റോ ഏതാ? ഫസ്റ്റ് റോ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു റോ പറ. വേറൊരു റോ ഇതായിക്കോട്ടെ. ഓക്കെ, എന്താ പറഞ്ഞ? ഇപ്പം ഹിയർ വി ടുക്ക് an arbitrary row, that is first row, നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തു. ആൻഡ് അനദർ റോ, that is third row, അതും എടുത്തു. നിങ്ങൾ തേർഡ് റോയിലുള്ള എലമെൻറ്റ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഫോർ എക്സാമ്പിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 2 × 4 2 × 2 2 × 3 അല്ലേ. 2 × 4 ആ 2 എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം 3 ആക്കാം, 4 ആക്കാം, 5 ആക്കാം, എന്തും ആക്കാം. 2 × 4 2 × 2 2 × 3. അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ ചെയ്തത്? R3 അല്ലേ. R3 റോ 3 റോ 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ കിട്ടുന്ന സാധനം ഞാൻ നമ്മൾ ഫസ്റ്റ് എടുത്ത R1ലേക്ക് ആഡ് ആക്കുന്നു. അതൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 1 + 2 × 4 2R3 അല്ലേ. 1 അത് ആഡ് ചെയ്തു. 2 × 4 പിന്നെയോ 2 + 2 × 2 പിന്നെ 3 + 2 × 3 അങ്ങനെ ആഡ് ചെയ്തു. ബാക്കിയെല്ലാം അതുപോലെ എഴുതാം. 3 2 4
4 2 3. അപ്പോൾ നമ്മൾ ചെയ്തെന്താണ്, ഈ R1 നമ്മൾ മാറ്റി എഴുതി. എങ്ങനെ മാറ്റി എഴുതി? R1 പ്ലസ് 2R3 എന്ന് മാറ്റി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2 into 4 8 plus 1 9. ഇതോ 4 plus 2 6. ഇത് 3 6 plus 3 9. ബാക്കി അങ്ങനെ തന്നെ 3 2 4 4 2 3. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെയ്യാം. ഈക്വൽ ടു 9 into 2 4 2 3 minus 6 into 3 4 4 3 plus 9 into 3 2 4 2. ഓക്കെ, അങ്ങനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 6 minus 8 minus 6 into 9 minus 16 plus 9 into 6 minus 8. എന്താവും? 9 into minus 2 minus 6 into minus 7 plus 9 into minus 2. The minus 18 plus 42 minus 18. ഓക്കെ, മൈനസ് 18 പ്ലസ് 42 സിമ്പിൾ ഡിഫറൻ്റ് ആണ്, മൈനസ് ചെയ്യുക. 42 മൈനസ് 18 എത്ര വരും? 24 അല്ലേ? 24 മൈനസ് 18. 24 8 മൈനസ് ചെയ്താൽ 6. സെയിം. ഇപ്പോൾ വാല്യൂവിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, പക്ഷേ വാല്യൂ സെയിം തന്നെയായിരുന്നു. ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. അപ്പോൾ എന്താ നമുക്ക് പറയാം? ടു ഈച്ച് എലമെൻറ്റ് of a row of a determinant, if we multiply equimultiple of some other row, ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞ മാറിപ്പോയാ? To each element of a row in a determinant, if we add equimultiple of other row, then the value remains same. Clear aya? To each element of a row in a determinant, if we add equimultiples of each element of other row, then the value remains same. ഒരു ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും ഒരു റോയിലുള്ള എലമെൻറ്റുകളിലേക്ക് വേറെ ഒരു റോയിലുള്ള എലമെൻറ്റിനെ ഈക്വലായ ഒരേ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആ ഒരു നമ്പർ ആഡ് ചെയ്താൽ വാല്യൂവിലൊരു മാറ്റവും ഉണ്ടാവില്ല. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 6 പ്രോപ്പർട്ടി പഠിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഇത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്കൊരു ഡിറ്റർമിനൻ്റ് കിട്ടിയെന്ന് വിചാരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോ എടുത്തു. ഫസ്റ്റ് റോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളം, ഏതെങ്കിലും റോയിൽ പറഞ്ഞല്ല, കോളത്തിലും വരലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റോ എടുത്തു. അതിൽ കാണാമല്ലോ എലമെൻറ്റ്സ്, ഇങ്ങനെ കാണാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ റോ എടുത്തു. അതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അതിനെ നിങ്ങൾ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓരോന്നിനും. അപ്പോൾ സാറ് കിട്ടൂലേ? ആ ആൻസർ നമ്മൾ ആദ്യം എടുത്ത ആ റോയിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടാൽ കിട്ടുന്ന ആൻസറും ആദ്യം ഒന്നും ചെയ്യാതെ കണ്ട് പഠിച്ച ആൻസറും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സെയിം ആൻസർ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 6 പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചത്? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? In a determinant, if rows and columns are interchanged, value never change. ഒരു ഡിറ്റർമിനൻറ്റിലെ റോയെല്ലാം കോളമാക്കുന്നത്, അല്ല കോളമെല്ലാം റോയാക്കുന്നത്, അത് ട്രാൻസ്പോസ് കാണുന്നത്. അങ്ങനെ കണ്ടിട്ട് ഡിറ്റർമിനൻറ്റ് കണ്ടാലും വാല്യൂവിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ദിസ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി.
സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും 2 റോസ് അല്ലെങ്കിൽ കോളംസ് ഇൻ്റർചേഞ്ച് ആക്കിയാൽ, ഏതെങ്കിലും 2 എണ്ണം മാത്രം ഇൻ്റർചേഞ്ച് ആക്കിയാൽ വാല്യൂവിലുള്ള സിമ്പിൾ മാത്രം മാറും. മനസ്സിലായില്ലേ? ഇനി തേർഡ് പ്രോപ്പർട്ടി എന്താ? ഒരു ഡിറ്റർമിനൻറ്റിൽ അറ്റ്ലീസ്റ്റ് 2 റോസ് അല്ലെങ്കിൽ കോളംസ് ഒരേപോലത്തെ ആയാൽ, ഐഡൻറ്റിക്കൽ ആയാൽ വാല്യൂ വിൽ ബി 0. അല്ലേ? ഏതെങ്കിലും 2 റോയെങ്കിലും ഒരേപോലത്തെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കോളമെങ്കിലും ഒരേപോലത്തെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഡെഫിനറ്റ്ലി ബി 0. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി. ഫോർത്ത് എന്താ പറഞ്ഞത്? ഒരു ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും ഒരു റോയിൽ ഉള്ള എലമെൻറ്റ്സിനെ സെയിം കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ഇപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റിൽ ഒരു റോയിലുള്ള എലമെൻറ്റ്സ് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് വിചാരിച്ചോ. സോ ദിസ് 5 ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. പക്ഷേ മെട്രിക്സിൽ അങ്ങനെ പറ്റില്ല. മെട്രിക്സിൽ ഓരോന്നിലും ആ 5 ഉണ്ടാവണം, എന്നാലും മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പുറത്തായി. ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്താ? ഇൻ എ ഡിറ്റർമിനൻറ്റ്, ഇഫ് the element in a row, if each element in a row is expressed as the sum of 2 elements, then the entire determinant can be split up of 2 different determinants. ഒരു ഡിറ്റർമിനൻറ്റിലുള്ള ഏതെങ്കിലും ഒരു റോയിലുള്ള എലമെൻറ്റ്സ് 2 എന്നുള്ളതൊരു എക്സാമ്പിൾ മാത്രം, 3 ആയാലും 3 ഡിറ്റർമിനൻ്റായിട്ട് മാറ്റാൻ പറ്റും. 2 എലമെൻറ്റ്സിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ഡിറ്റർമിനൻ്റ് നമുക്ക് 2 പീസായിട്ട് സ്പ്ലിറ്റാക്കി എഴുതാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞ പ്രോപ്പർട്ടി ഇത്. ഒരു ഡിറ്റർമിനൻ്റിലെ ഏതെങ്കിലും ഒരു റോയിലുള്ള ഓരോ എലമെൻറ്റിലേക്ക് വേറൊരു റോയിലുള്ള എലമെൻറ്റിൻ്റെ മൾട്ടിപ്പിൾ, മൾട്ടിപ്പിൾ ഒരേ നമ്പറിനെ കൊണ്ടുതന്നെ മൾട്ടിപ്പിൾ ആക്കണം. ഇവിടെ നമ്മൾ 2 തന്നെ എടുത്തത്. ഇതാ ഇവിടെ 2 ഇൻറ്റു എല്ലാം 2 ഇൻറ്റു മൾട്ടിപ്പിൾ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ദീസ് ആർ ദ 6 പ്രോപ്പർട്ടീസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ആ പ്രോബ്ലം നല്ല ടഫായിരിക്കും. പറ്റുന്നവർ മാത്രം പഠിച്ചാൽ മതി, അല്ലാത്തവർ ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് വെക്കുക. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നതൊക്കെ ഇത്രയും മതി. ഓക്കെ.